വീണ്ടും ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ ദൈവവചനമായി നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ ദൈവം തന്ന സാവകാശത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സമയം വരെയും ദൈവം നമ്മെ കാത്തു പരിപാലിച്ചു. സകല അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദൈവം നമ്മെ സംരക്ഷിച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അനേകർ ദൈവസന്നിധിയിൽ സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു, പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നു. ദൈവസന്നിധിയിൽ നമുക്കും പ്രാർത്ഥനയോടുകൂടി സന്തോഷത്തോടു കൂടി ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കാനുള്ള ഒരു അവസരം, ഒരു സാവകാശം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇന്നും ഒരുക്കിയതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ ദൈവത്തിന് നമ്മെക്കുറിച്ച് എന്താണ് പറയുവാനുള്ളത്. ദൈവവചനം നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെക്കുറിച്ച്, പ്രതിസന്ധികളെക്കുറിച്ച് എന്ത് സംസാരിക്കുന്നു? ദൈവം നൽകുന്ന വിശ്വാസത്തിൻ്റെ പുറത്ത് വിശ്വാസ ജീവിതവുമായി നാം മുമ്പോട്ട് കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് നാം നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടത്? വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ നാം കാഴ്ചയാലെയല്ല, വിശ്വാസത്താലെയാണ് മുമ്പോട്ട് കടന്നു പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന, നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല സംഗതികളും അത് ശാശ്വതമായി നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നതല്ല, അത് മാറിപ്പോകുവാനായിട്ടുള്ളതാണ്. അപ്പോൾ ശാശ്വതമല്ലാത്ത, സ്ഥിരമല്ലാത്തതായ ചില കാര്യങ്ങൾ കാണുമ്പോൾ നാം പലപ്പോഴും ഭയപ്പെടാറുണ്ട്, നാം പലപ്പോഴും സന്തോഷിക്കാറുണ്ട്, നാം പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് പല വികാരങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. എന്നാൽ ഇതൊന്നും ശാശ്വതമായി നിലനിൽക്കുന്ന ഒന്നല്ല. പിന്നെയോ ദൈവം നൽകുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നത്. ദൈവം നൽകുന്നതായ സന്തോഷം ഒരിക്കലും മാറിപ്പോകുന്നില്ല. കർത്താവ് പറഞ്ഞു, കർത്താവിൻ്റെ സമാധാനം ഒരിക്കൽ നിന്നും നമ്മെ മാറിപ്പോകുന്നില്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് എന്ന് കർത്താവ് നമ്മോട് പറയുമ്പോൾ ദൈവം നൽകുന്നതായ സമാധാനത്തിൽ നിലനിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അതിന് അത്തരം പ്രതിസന്ധികളിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രയാസങ്ങളിൽ എങ്ങനെ വിശ്വാസത്തോടു കൂടി നമുക്ക് മുമ്പോട്ട് കടന്നു പോകാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് സമയം ധ്യാനിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ മുതൽ ഇങ്ങനെയാണ് പറയുന്നത്: എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനറിയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇവിടെ പറയുകയാണ്, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നതായ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മുടെ ആത്മാവ്, നമ്മുടെ ഉള്ളിലെ ആത്മമനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവസന്നിധിയിൽ ദൈവത്തോട് അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ അവസ്ഥകളും നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം നമ്മുടെ ആത്മമനുഷ്യൻ നാം അറിയാതെ തന്നെ നമ്മുടെ ആത്മാവിൽ നാം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്രകാരമാണ് പറയുന്നത്, 26-ാമത്തെ വാക്യം: അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. അപ്പോൾ പല സമയത്തും നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ നാം യഥാർത്ഥത്തിൽ നമുക്ക് കോൺസെൻട്രേഷൻ നടത്തി ആ വിഷയങ്ങളുടെ മേൽ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ പോലും നമ്മുടെ ആത്മാവ് ഇവിടെ പറയുകയാണ്, ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ആത്മാവ്. അപ്പോൾ അത് ചില സമയത്ത് നമുക്ക് ദൈവസന്നിധിയിൽ ഇത്രമാത്രം പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ഹൃദയവിചാരങ്ങൾ, നമ്മുടെ ആത്മാവിലുള്ളതായ വേദന അറിയുന്നവനായ ഒരു ദൈവമുണ്ട് എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അടുത്ത വാക്യം വളരെ മനോഹരമാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുകയും നിർണയപ്രകാരം വിളിക്കപ്പെടുകയും ചെയ്ത എല്ലാവരുടെയും ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ ആ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം നന്മയ്ക്കാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ് നാം ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതൊന്നും സ്ഥിരമായിട്ടുള്ളതായ ഒരു ബുദ്ധിമുട്ടല്ല, സ്ഥിരമായിട്ടുള്ളതായ ഒരു പ്രതിസന്ധിയല്ല, സ്ഥിരമായിട്ടുള്ളതായ ഒരു കഷ്ടതയല്ല. ആ കഷ്ടതയിൽ നിന്നെല്ലാം ദൈവം
മുൻകൂട്ടി നിയമിച്ചാക്കിയിരിക്കുന്നവരെ, നിർണയപ്രകാരം വിളിച്ച് ചേർക്കപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിച്ച് തങ്ങളുടെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചവരെ അതിൽ നിന്നെല്ലാം ദൈവം വിടുവിക്കുന്നു എന്നുള്ളതാണ് നാം കേട്ടത്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ കഷ്ടപ്പാടുകൾ, നമ്മുടെ ജീവിതത്തിലുള്ളതായ പ്രതിസന്ധികൾ, നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്നതായ ചില കഷ്ടതകൾ, അത് ശാശ്വതമല്ല എന്നുള്ളതാണ് ദൈവം ഇവിടെ ദൈവവചനം കൊണ്ട് നമ്മളോട് സംസാരിക്കുന്നത്. ദൈവാത്മാവിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഇത്തരത്തിലുള്ളതായ പ്രതിസന്ധികൾ, നാം അനുഭവിക്കുന്നതായ വിഷമങ്ങൾ ഒന്നും അത് ശാശ്വതമായിട്ടുള്ളതല്ല. അതിന് പരിഹാരമുണ്ട്. ദൈവസന്നിധിയിൽ അതിന് പരിഹാരമുണ്ട്. ദൈവസന്നിധിയിൽ ഒരു പക്ഷേ ഭവനമില്ലാതെ വിഷമിച്ചിരിക്കുന്ന അനേകരുണ്ടാവും, രോഗം മൂലം വിഷമിച്ചിരിക്കുന്ന അനേകരുണ്ടാവും, തലമുറകളെ ഓർത്ത് പ്രയാസപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന അനേകരുണ്ടാവും. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ളതായ വേദനകൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ കടന്നു വരുന്നത് ഒരിക്കലും അത് തിന്മയ്ക്കായിട്ട് ഭവിക്കുകയില്ല എന്ന് ദൈവവചനം നമ്മളോട് പറയുമ്പോൾ നാം തിരിച്ചറിയേണ്ടത്, നമ്മളിപ്പോൾ കാണുന്നത് അതൊരു തിന്മയ്ക്കായി ഭവിക്കും എന്നുള്ള രീതിയിലുള്ളതായ ഒരു കാഴ്ചപ്പാടാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ അത് വന്ന് നിൽക്കുന്നത്. ഭവനം പണിയുവാനായിട്ട് സാധിക്കുന്നില്ല, ഒരു ജോലി നോക്കിയിട്ട് കിട്ടുന്നില്ല, ഇത്തരത്തിലുള്ളതായ പ്രതിസന്ധികളും പ്രയാസങ്ങളും പലപ്പോഴും ദൈവത്തെ സ്നേഹിച്ച് മുമ്പോട്ട് ദൈവത്തിൻ്റെ വിളി കേട്ടനുസരിച്ച് മുമ്പോട്ട് കടന്നവരുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ ദൈവം പറയുന്നത് ഇങ്ങനെയുള്ളതായ പ്രതിസന്ധികൾ ഒരിക്കലും അത് ശാശ്വതമായിട്ട് അവിടെ നിൽക്കാനായിട്ട് ഉള്ളതല്ല, അത് മാറിപ്പോകുവാനായിട്ടുള്ളതാണ്. അപ്പോൾ നാം വിശ്വാസത്തിൻ്റെ കണ്ണുവെച്ച് കാണുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ ഇത്തരത്തിൽ ദൈവം കൃപ ചെയ്തുകൊണ്ട് ആ പ്രതിസന്ധികളുടെ മേൽ തരണം ചെയ്യുന്നതായ ഒരവസ്ഥ ഉണ്ടാകുമെന്ന് നമ്മൾ അറിയേണ്ടതാണ്. കർത്താവായ യേശു ഒരിക്കൽ ശിഷ്യന്മാരുമൊത്ത് ഗലീല കടലിൽ യാത്ര ചെയ്യുമ്പോൾ ആ കടലിൽ കാറ്റും അടിച്ചു, അല ഉയർന്നു, വെള്ളം പടകിൽ കയറുന്ന അവസ്ഥ വന്നു, ആ പടക് മുങ്ങുന്ന രീതിയിലേക്ക് മാറി. കർത്താവ് ഉറങ്ങുകയായിരുന്നു. ഉറങ്ങിക്കിടന്ന കർത്താവിനെ ശിഷ്യന്മാർ വിളിച്ചെഴുന്നേൽപ്പിച്ചു. ആ ശിഷ്യന്മാരോട് കർത്താവ് ചോദിക്കുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ലയോ എന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ കാണുന്നതായ കാര്യങ്ങളെ കണ്ടുകൊണ്ട് പലപ്പോഴും നാം നിലവിളിയുടെ ശബ്ദം അല്ലെങ്കിൽ പ്രയാസത്തിൻ്റെ ശബ്ദം അതൊക്കെ നമ്മളിൽ നിന്ന് ഉയരും. അത് സ്വാഭാവികമായിട്ടും ഉയരുന്നതാണ്. പക്ഷേ അവിടെ ശിഷ്യന്മാർ ചോദിച്ച കാര്യം, നാഥ ഞങ്ങൾ നശിച്ചു പോവുകയാണ്, കർത്താവേ നിനക്ക് അതിൽ വിചാരമില്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നത് വിചാരം കർത്താവിനില്ലയോ എന്ന് ചോദിക്കുവാൻ അത്രമാത്രമുള്ളതായ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ വിശ്വാസത്തിൻ്റെ കാഴ്ച അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കർത്താവ് അവിടെ കാണുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ വിശ്വാസത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെടുമ്പോഴാണ് നമ്മളിപ്പോൾ നിലനിൽക്കുന്ന പ്രതിസന്ധിയും പ്രയാസവും നമ്മുടെ മുമ്പിൽ വലുതായിട്ട് കാണുന്നത്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതായ പ്രയാസങ്ങളും പ്രതിസന്ധികളും അത് വലുതായിട്ട് നമ്മൾ കാണുകയും അത് നമ്മളെ അഭിമുഖീകരിക്കുകയും അത് നമ്മളെ പിടിച്ചു കുലുക്കുകയും ചെയ്യുന്നത് നമുക്ക് വിശ്വാസത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെടുമ്പോഴാണ്. ആ വിശ്വാസത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോഴാണ് ശിഷ്യന്മാർ യേശുവിനോട് ഉറക്കെ കരഞ്ഞുകൊണ്ട് പറയുന്നത്, കർത്താവേ ഞങ്ങൾ ഈ കാറ്റിലും അലയിലും പെട്ട് ഈ പടക് മുങ്ങി ഞങ്ങൾ നശിക്കുവാനായിട്ട് പോവുകയാണ്. അക്കരയ്ക്ക് പോകുവാനായിട്ട് പറഞ്ഞ കർത്താവ് അവരെയും കൂട്ടി പടകിലേക്ക് പോകുമ്പോൾ തീർച്ചയായും അവരെ ആ നടുക്കടലിൽ മുങ്ങി പോകുന്ന രീതിയിലേക്ക് ഇട്ടുകളയുന്ന ഒരു കാഴ്ചപ്പാടോടുകൂടിയല്ല കർത്താവ് അവരെ കയറ്റിയത്. പിന്നെ അവരെ അക്കരെ എത്തിക്കാൻ വേണ്ടി തന്നെയാണ് കർത്താവ് അവരെ കൂട്ടിക്കൊണ്ടുവന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിലും പ്രതിസന്ധികളും നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ കൈപിടിച്ച് ഇതുപോലെ നമ്മളെ നടത്തുന്നവനായ കർത്താവ് നമ്മുടെ ജീവിതത്തെ വളരെ മനോഹരമായി മറുകരയിൽ എത്തിക്കുന്നവനാണ്. അവനൊരിക്കലും നമ്മളെ വിട്ട് കളയുന്നവനല്ല, അവനൊരിക്കലും നമ്മളെ ഉപേക്ഷിച്ച് കളയുന്നവനല്ല, അവൻ നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മെ മറന്നു കളയുന്നവനല്ല. ഈ പ്രതിസന്ധി ഒന്നും ശാശ്വതമല്ല, ദൈവം നൽകുന്ന സമാധാനമാണ് ശാശ്വതം.
ആടി ഉലയുന്ന പടകിലും സമാധാനത്തോടെ കർത്താവ് കിടന്നുറങ്ങുകയായിരുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 54-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: പർവ്വതങ്ങൾ മാറിപ്പോവും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. അപ്പോൾ പർവ്വതങ്ങൾ ചിലപ്പോൾ മാറിപ്പോയേക്കാം, കുന്നുകൾ നീങ്ങിപ്പോയേക്കാം. നമ്മൾക്ക് ആശ്രയമുള്ളതായ ചില പർവ്വതങ്ങൾ നമ്മളെ വിട്ട് അത് മാറിപ്പോകും. നമുക്ക് ആശ്രയമുള്ളതായ അല്ലെങ്കിൽ നമ്മൾ ആശ്രയം വെച്ചിട്ടുള്ളതായ ചില കുന്നുകൾ ചിലപ്പോൾ നമ്മളെ വിട്ട് മാറിപ്പോകും. എന്നാൽ കർത്താവ് പറയുന്നു, കർത്താവിൻ്റെ ദയ ഒരിക്കലും നമ്മെ വിട്ട് മാറുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശിഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഭൂരിഭാഗം പേരും ഗലീലക്കടലിലൂടെ യാത്ര ചെയ്തവരാണ്, അല്ലെങ്കിൽ എല്ലാവരും തന്നെ യാത്ര ചെയ്തവരാണ്. അതിൽ പലരും ഈ പടകിൻ്റെ അമരത്തിരുന്നു കൊണ്ട് അതിനെ നയിച്ചവരാണ്. അപ്പോൾ അവരുടെ പരിചയം അവിടെയുണ്ട്. എങ്ങനെയാണ് പടക് നയിക്കേണ്ടത്, എങ്ങനെയാണ് പടകിലൂടെ പോകേണ്ടത്, എവിടെയൊക്കെയാണ് ഗലീലക്കടലിലെ ആഴമുള്ളത്, എവിടെയൊക്കെയാണ് പ്രതിസന്ധി വരുന്നത് എന്നൊക്കെ ഒരു പക്ഷേ അവർക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് അറിയാമായിരുന്നിരിക്കാം. പക്ഷേ അതൊന്നും അവരുടെ അറിവോ അല്ലെങ്കിൽ അവരുടെ അത്രയും നാളുള്ള പരിചയമോ ഒന്നും ഈ ഭയങ്കരമായ കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ അവർക്ക് ആ പടക് നിയന്ത്രിക്കാനായിട്ട് സാധിച്ചില്ല. അതുവരെയും കർത്താവിനെ ഉണർത്തുവാനായിട്ട് അവർ പോയില്ല. കാരണം അവർക്കറിയാവുന്നതായ രീതിയിൽ, അവർക്ക് ആശ്രയിക്കാവുന്ന രീതിയിൽ അവരുടെ കഴിവുകളെ ഉപയോഗിച്ചുകൊണ്ട് അത് മുമ്പോട്ട് അവർ നയിക്കുവാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഇവിടെ നാം കാണുന്നത് പോലെ ഈ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നത് പോലെ 54-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം പറയുന്നു: പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും. അപ്പോൾ നമ്മൾ കാണുന്നതായ നമ്മുടേതായ രീതിയിൽ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം മറികടക്കാൻ സാധിക്കും. അത് ഇളകിപ്പോകാത്ത ഒന്നാണ് ആ പർവ്വതം. ആ പർവ്വതം നമുക്കൊരാശ്രയമാണ്. ആ പർവ്വതം നമ്മിൽ നിന്നൊരിക്കലും മാറിപ്പോകാത്ത, വിട്ടുപിരിയാത്ത, എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു സാന്നിധ്യമാണ് ആ പർവ്വതം. ആ പർവ്വതത്തിൽ നമുക്ക് ആശ്രയമുണ്ട് എന്ന് പറയുമ്പോൾ പലപ്പോഴും ആ പർവ്വതങ്ങളെല്ലാം മാറിപ്പോകാം. ആ കുന്ന് നമുക്കുള്ളതായ ബലമായിരിക്കുന്ന പല കുന്നുകളും അവിടെ നിന്ന് നീങ്ങിപ്പോകാം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പല ആശ്രയങ്ങളും പല സംഗതികളും നമ്മളിൽ നിന്നെല്ലാം അകന്നു പോകാം. പക്ഷേ ഇവിടെ കർത്താവ് പറയുകയാണ്, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോടുള്ള കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ കർത്താവ് ഒരിക്കലും നമ്മളെ വിട്ടുമാറുന്നുമില്ല. കർത്താവിൻ്റെ സമാധാന നിയമം ഇവിടെ പറയുകയാണ്, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ല. അപ്പോൾ ദൈവം നൽകിയതായിട്ടുള്ളതായ ഒരു സമാധാന നിയമമുണ്ട്. ദൈവം നമുക്ക് നൽകിയതായ ഒരു ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടി ഒരിക്കലും ദൈവം നമ്മിൽ നിന്ന് എടുത്തു മാറ്റുന്നില്ല. അത് എത്ര വലിയ ഉടമ്പടികൾ നമ്മുടെ ജീവിതത്തിൽ മാറില്ല എന്ന് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടിരുന്ന എത്രമാത്രം വലിയ ഉടമ്പടികളും ബന്ധങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാം. കുന്നുകൾ മാറിപ്പോകും, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും. പലരും നമ്മളോട് ചെയ്ത വാഗ്ദാനങ്ങളെല്ലാം മാറിപ്പോകാം. പക്ഷേ ഇവിടെ കർത്താവ് പറയുന്നത്, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല, എൻ്റെ സമാധാന നിയമം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നീങ്ങിപ്പോകുകയുമില്ല. അപ്പോൾ ദൈവമാണ് പറയുന്നത്, ഒരിക്കലും നീങ്ങിപ്പോകുകയില്ല എന്ന് ദൈവം ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് നീങ്ങിപ്പോകുകയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ ഒരിക്കലും ദൈവത്തിൻ്റെ സമാധാന നിയമം നമ്മിൽ നിന്ന് നീങ്ങിപ്പോകുന്നില്ല. നാം ദൈവത്തിൽ നിന്ന് അകന്നു മാറിയാലും ദൈവത്തിൻ്റെ സമാധാന നിയമം നമ്മിൽ നിന്ന് അകന്നു മാറുന്നില്ല. ആ നിയമം നമുക്ക് വേണ്ടി നിൽക്കുകയാണ്. മുടിയനായ പുത്രന് ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലുവാനുള്ള എല്ലാ വാതിലുകളും തുറന്നിട്ടിട്ട് പിതാവ് കാത്തിരിക്കുന്നത് പോലെ പിതാവിൻ്റെ സ്നേഹത്തോടു കൂടി അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ മുടിയനായ പുത്രനെ തിരിച്ചു വരുമ്പോൾ സ്നേഹിച്ച് കൂടെ നിർത്തുന്നതായ ഒരു സ്നേഹത്തിൻ്റെ ഉടമയെ യേശു കാണിച്ചു തരുമ്പോൾ ആ സമാധാന നിയമം നീങ്ങിപ്പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അകപ്പെട്ടുകൊണ്ട് നിൽക്കുന്നതായ
ജനത്തോട് കർത്താവ് പറയുന്നത്, ഒരിക്കലും ദൈവം നമ്മെ വിട്ട് മാറുന്നില്ല. നാം ഇപ്പോൾ കാണുന്നതായ ഈ പ്രശ്നങ്ങളും ഈ പ്രതിസന്ധിയും വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിരാശയിലേക്ക് പോകരുത്. അങ്ങനെ നിരാശയിലേക്ക് പോയാൽ നമുക്ക് പ്രത്യാശയുടെ കാഴ്ചയാണ് നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ കാഴ്ചയാണ് നഷ്ടപ്പെടുന്നത്. നാം ഇപ്പോൾ ജീവിക്കുന്നത് കാഴ്ചയാലേ അല്ല, വിശ്വാസത്താലെയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ആത്മീയമായിട്ട് മുന്നേറണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പലരും വളരെയധികം ആഗ്രഹത്തോടു കൂടി മുമ്പോട്ട് പോകുന്നുണ്ടാകാം. പലപ്പോഴും പലതിലും തട്ടി വീഴുന്നുണ്ടാകാം. പക്ഷേ നിരാശപ്പെടാതെ ഈ പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനാണ് ദൈവം നമ്മളോട് പറയുന്നത്. പത്രോസ് ഒരിക്കൽ ഒരു വലിയ രീതിയിൽ ഉയർന്ന് ദൈവത്തിൻ്റെ ഉന്നതമായിട്ടുള്ള കാഴ്ചപ്പാടിനെ പ്രാപിച്ചു. കർത്താവ് ചോദിക്കുകയാണ്, യേശു ഒരിക്കൽ ചോദിച്ചു, എന്നെക്കുറിച്ച് നിങ്ങൾ ആരാണെന്ന് പറയുന്നു? അപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അത് സ്വർഗസ്ഥനായ പിതാവാണ് വെളിപ്പെടുത്തി തന്നത് എന്ന് കർത്താവ് പറയുമ്പോൾ, ഈ പത്രോസ് തന്നെ ഇത്രമാത്രം ഉയർന്ന വെളിപ്പാട് ലഭിച്ച പത്രോസിന് തന്നെ കർത്താവിനെ തള്ളിപ്പറയുകയും ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം വീണ്ടും മീൻ പിടിക്കാൻ പോകുന്നതൊക്കെ അവസ്ഥയിലേക്ക് പത്രോസ് പോയെങ്കിലും അതിൽ നിന്നെല്ലാം കർത്താവ് പത്രോസിനെ തിരികെ വരുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ജീവിതത്തിൽ എത്രമാത്രം പ്രതിസന്ധിയിലും പ്രയാസത്തിലും നാം ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് പോകാമെന്ന് കരുതിയാലും ദൈവത്തിൻ്റെ സമാധാന നിയമം നമ്മെ വിട്ട് മാറുകയില്ല എന്ന് ഇവിടെ പറയുകയാണ്. എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല. അതാണ് യെശയ്യാവിൻ്റെ പുസ്തകം 54-ാമത്തെ അധ്യായം എൻ്റെ 10-ാമത്തെ വാക്യം പറയുന്നത്. പർവ്വതങ്ങൾ മാറിപ്പോകും. നമ്മൾക്ക് തന്നെ ചിലപ്പം ചില കാര്യങ്ങളിൽ നമ്മളെക്കുറിച്ച് തന്നെ വളരെയധികം വിശ്വാസമുണ്ടായിരിക്കാം. നമ്മുടെ തന്നെ ചില കഴിവുകളിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകാം. നമ്മുടെ തന്നെ സ്വന്തം സർക്കിളിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെയും ഉറപ്പായിരിക്കാം. അതായിരിക്കാം ചിലപ്പോൾ നമ്മുടെ പർവ്വതങ്ങൾ, ചിലപ്പോൾ നമ്മുടെ കുന്നുകൾ. പക്ഷെ അതെല്ലാം ഒരു നിമിഷങ്ങളിൽ, ഒരു നിമിഷത്തിൽ അല്ലെങ്കിൽ ചില നിമിഷങ്ങളിൽ അതെല്ലാം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സമാധാന നിയമം ഒരിക്കലും നമ്മെ വിട്ടു മാറുന്നില്ല. അത് മുടിയനായ പുത്രൻ്റെ കഥയിലാണെങ്കിലും അല്ലെങ്കിൽ മുടിയനായ പുത്രൻ്റെ ജീവിതത്തിലാണെങ്കിലും അത് നീങ്ങിപ്പോകുന്നില്ല. ഉപേക്ഷിച്ച് തള്ളിക്കറഞ്ഞ പത്രോസിൻ്റെ ജീവിതത്തിലാണെങ്കിലും അത് നീങ്ങിപ്പോകുന്നില്ല. പ്രയാസത്തോടു കൂടി ഈ ശൂലം എന്നിൽ നിന്ന് എടുത്തു മാറ്റുവാൻ കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്ന പൗലോസിൻ്റെ ജീവിതത്തിലും ദൈവത്തിൻ്റെ സമാധാന നിയമം ഒരിക്കലും മാറിപ്പോകുന്നില്ല. ഹല്ലേലൂയ. തെറ്റുകൾ ചെയ്ത ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്നും ദൈവത്തിൻ്റെ സമാധാന നിയമം ഒരിക്കലും മാറിപ്പോകുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. ഇന്ന് കാണുന്നതിനെ അല്ല നാം വിശ്വസിക്കേണ്ടത്. ഇന്ന് കണ്ട മിസ്രൈമിനെ നീ കാണുകയില്ല എന്ന് കർത്താവ് നമ്മളോട് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളതിനെ കാണുകയില്ല. അങ്ങനെ മാറിപ്പോകുന്ന മിസ്രൈം, മാറിപ്പോകുന്ന ഫറവോൻ, മാറിപ്പോകുന്ന ചെങ്കടൽ, ഇതെല്ലാം കണ്ടുകൊണ്ട് നാം തളരരുത്, നാം തകരരുത്. കാരണം കർത്താവ് നമ്മളോട് പറയുന്നു, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല, കൈവിടുകയുമില്ല. അപ്പോൾ അതിനകത്താണ് നമ്മൾ ആശ്രയിക്കേണ്ടത്, അതിനകത്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതാണ് നമ്മുടെ വിശ്വാസ ജീവിതം. ഇന്ന് കാണുന്നതിന് കണ്ടു കഴിയുമ്പോൾ ഈ ചെങ്കടൽ ഒരിക്കലും മാറിപ്പോകുമെന്ന് അവർ കരുതിയതല്ല. ഈ ഫറവോൻ അവരെ സ്വതന്ത്രമായി വിട്ടയക്കുമെന്ന് അവർ കരുതിയതല്ല. പക്ഷേ അതിൽ നിന്നെല്ലാം ദൈവം അവരെ മാറ്റി. ആ ചെങ്കടലിൽ നിന്നും ഫറവോനിൽ നിന്നും ഇസ്രായേലിൻ്റെ സൈന്യത്തിൽ നിന്നും എല്ലാം ദൈവം അവരെ സംരക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ സംരക്ഷിക്കുന്നവനായ ഒരു കർത്താവ് നമുക്കുണ്ട്, അങ്ങനെ പുലർത്തുന്നവനായൊരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നാം വായിച്ച വാക്യം ഇതാണ്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ പ്രയാസങ്ങളിലും ഒരു പ്രാർത്ഥനയ്ക്ക് പോലും നമ്മുടെ ഹൃദയം തുറക്കാൻ കഴിയാത്ത രീതിയിൽ പ്രയാസപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു കണ്ണുനീര് മാത്രമായി നമ്മുടെ ജീവിതത്തിൽ വരുന്ന, അല്ലെങ്കിൽ വേദനകൾ കൊണ്ട് വിങ്ങുന്ന ഹൃദയം മാത്രമായിരിക്കുന്ന ചില അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നാലും, ആ കടന്നു വരുന്ന അവസ്ഥകളിലെ, ആ കടന്നു വരുന്ന പ്രയാസങ്ങളെ കാണുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ദൈവം ഒരിക്കലും നമ്മെ വിട്ട് മാറി പോകുന്നില്ല. യിരെമ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 29-ാമത്തെ അധ്യായത്തിൽ
അവിടെ വായിക്കുന്നതായ ഒരു ഭാഗം 29-ാമത്തെ അധ്യായത്തിൽ യിരെമ്യാ പ്രവാചകനിലൂടെ കർത്താവ് ബദ്ധന്മാരായി അല്ലെങ്കിൽ പിടിക്കപ്പെട്ടവരായി ബാബേലിലേക്ക് പോയ ജനങ്ങൾക്ക് വേണ്ടി ഒരു ദൂത് കൊടുത്തയക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ വാക്ക് കേൾക്കാതെ, ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാത്ത, ദൈവത്തിൻ്റെ പ്രവാചകനോട് എതിരിട്ട് നിന്നതായ ജനത്തെ ബാബേൽ രാജാവ് അവൻ്റെ രാജ്യത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ദൈവവുമായിട്ട് ഒരു ദൈവവചനവുമായിട്ട് എതിര് നിന്നതായ ജനത്തെയാണ് ബാബേലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. കാരണം അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളും അവിടെ ഉണ്ടായിരുന്ന രാജാവും ഒക്കെ പുരോഹിതന്മാരും യിരെമ്യാവിൻ്റെ വചനം കേൾക്കുവാനായിട്ട് തയ്യാറായില്ല. അവർ മറ്റു പ്രവാചകന്മാരുടെ വചനങ്ങൾ കേട്ടുകൊണ്ട് നിലനിന്നു. പക്ഷേ എന്നാൽ കൽദയ രാജാവ് വരികയും അവരെ കൂട്ടിക്കൊണ്ടു പോവുകയും ബദ്ധന്മാരായി പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: യെഖാന്യ രാജാവും രാജമാതാവും ഷണ്ഡന്മാരും യഹൂദയിലും യെരുശലേമിലുള്ള പ്രഭുക്കന്മാരും ശില്പികളും കൊല്ലന്മാരും യെരുശലേം വിട്ടുപോയ ശേഷം യിരെമ്യാ പ്രവാചകൻ ബദ്ധന്മാരുടെ മൂപ്പന്മാരിൽ ശേഷിപ്പുള്ളവർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും നെബൂഖദ്നേസർ യെരുശലേമിൽ നിന്ന് ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയിരുന്ന സകല ജനത്തിനും യഹൂദ രാജാവായി സിദക്കിയാവ് ബാബേൽ രാജാവായി നെബൂഖദ്നേസറിൻ്റെ അടുക്കൽ ബാബേലിലേക്ക് അയച്ച ശാഫാൻ്റെ മകനായ എലയാസരുടെയും ഹിൽക്കിയാവിൻ്റെയും മകനായ ഗമരിയാവിൻ്റെയും കൈവശം യെരുശലേമിൽ നിന്ന് കൊടുത്തയച്ച ലേഖനത്തിൽ വിവരം എന്തെന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ, സൈന്യങ്ങളുടെ യഹോവ താൻ യെരുശലേമിൽ നിന്ന് ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോകുമാറാക്കിയ സകല ബദ്ധന്മാരോടും ഇപ്രകാരം അരുളി ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാതെ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചതിൻ്റെ ഫലമായി ബാബേലിലേക്ക് പ്രവാസ ജീവിതത്തിലേക്ക് പോകേണ്ടി വന്ന ജനത്തോട് തന്നെ സ്നേഹിക്കുകയും തൻ്റെ വചനപ്രകാരം ജീവിക്കുകയും ചെയ്ത യിരെമ്യാവ് എന്ന പ്രവാചകനിലൂടെ ദൈവം ഒരു ദൂത് കൈമാറുകയാണ്. എന്താണ്? നിങ്ങൾ വീടുകളെ പണിത് പാർപ്പിൻ, തോട്ടങ്ങളെ ഉണ്ടാക്കി ഫലം അനുഭവിപ്പിൻ, ഭാര്യമാരെ പരിഗ്രഹിച്ച് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിപ്പിൻ. നിങ്ങൾ അവിടെ കുറഞ്ഞു പോകാതെ പെരുകേണ്ടതിന് പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും പുത്രിമാരെ പുരുഷന്മാർക്ക് കൊടുക്കുകയും ചെയ്യുവിൻ. അവരും പുത്രന്മാരും പുത്രിമാരെയും ജനിപ്പിക്കട്ടെ. ഞാൻ നിങ്ങളെ ബദ്ധനായി കൊണ്ടുപോകുമാറാക്കിയ പട്ടണത്തിൻ്റെ നന്മ അന്വേഷിച്ച് അതിന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിപ്പിൻ. അതിന് നന്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്മയുണ്ടാകും. അപ്പം ഞാൻ എങ്ങോട്ടാണോ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകുമാറാക്കിയത്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ അന്വേഷിക്കാതെ ദൈവവഴിയിൽ നിന്ന് മാറിപ്പോയി മറ്റെവിടെയോ ഒളിച്ചോടിപ്പോയി ജീവിച്ചപ്പോൾ, ദൈവവഴിയിൽ നിന്ന് മാറിപ്പോയി ജീവിച്ചപ്പോൾ ദൈവം അവരുടെ സംരക്ഷണം അവർ തന്നെ പൊളിച്ചു കളഞ്ഞു. യഥാർത്ഥത്തിൽ നമ്മൾ പുതിയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾ ഇതിനെ നോക്കിക്കാണുമ്പോൾ ദൈവം അവരെ പിടിച്ചുകൊണ്ടുപോകാറാക്കി എന്നതിനേക്കാൾ ഉപരി ദൈവം നൽകിയതായ സംരക്ഷണത്തിൻ്റെ വേലി അവർ തന്നെ പൊളിച്ചു കളഞ്ഞപ്പോൾ ബാബേൽ രാജാവ് അവരെ ബദ്ധന്മാരാക്കി കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ പല സമയത്തും ദൈവം പിടിച്ചവരെ ഏൽപ്പിച്ചു എന്നല്ല നമ്മൾ കാണേണ്ടത്. അവർ തന്നെ ദൈവവചനം അവർക്ക് വേണ്ടി കൊടുത്തുവിട്ടത് അവർ സ്വീകരിക്കാതെ, ദൈവത്തിൻ്റെ സന്ദേശം അവർ ഉൾക്കൊള്ളാതെ അവർ ജീവിച്ചപ്പോൾ അവർ ചെയ്തത്, അവർക്കുള്ളതായ സംരക്ഷണത്തിൻ്റെ വേലി, ദൈവം നൽകിയ സംരക്ഷണത്തിൻ്റെ വേലി അവർ പൊളിച്ചു കളഞ്ഞു. അങ്ങനെ ദൈവം നൽകിയ സംരക്ഷണത്തിൻ്റെ വേലി അവർ പൊളിച്ചു കളഞ്ഞപ്പോൾ ബാബേൽ രാജാവ് അവരെ കൂട്ടിക്കൊണ്ടുപോയി. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പോകേണ്ടി വന്നു. പക്ഷേ ഇവിടെ പറയുകയാണ്, അങ്ങനെയുള്ള ആ സ്ഥലത്ത് നിങ്ങൾ വീണ്ടും സന്തോഷത്തോടു കൂടി ജീവിച്ചോ, നിങ്ങൾ ഭവനങ്ങളെ അവിടെ ഉണ്ടാക്കിക്കോ, നിങ്ങൾക്ക് പുത്രന്മാരും പുത്രിമാരും ഉണ്ടാകട്ടെ. ആ പട്ടണത്തിൻ്റെ നന്മ നിങ്ങൾ അന്വേഷിച്ച് ജീവിക്കുക. ആ പട്ടണത്തിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്കും നന്മയുണ്ടാകും. ഇവിടെ പറയുന്ന അടുത്ത വാക്യം, അതിൻ്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, 10-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. ഇങ്ങനെ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സമയം വെച്ചിട്ടുണ്ട്. എൻ്റെ വചനം കേൾക്കാതെ, എൻ്റെ പ്രവാചകന്മാരെ അനുസരിക്കാതെ, ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിക്കാതെ ജീവിച്ചപ്പോൾ ജീവിതത്തിൽ ദൈവം നൽകുന്ന സംരക്ഷണവും ദൈവത്തിൻ്റെ സംരക്ഷണ വേലിയെല്ലാം പൊളിഞ്ഞുപോയി.
അങ്ങനെ ശത്രുവിൻ്റെ കയ്യിലകപ്പെട്ടതായ ഒരു ജനത്തെ നോക്കി കർത്താവ് ആശ്വസിപ്പിക്കുന്ന വാക്ക് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സമയം വെച്ചിട്ടുണ്ട്. കാര്യം ദൈവത്തോട് വിരോധമായി നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോയതുകൊണ്ടാണ് ഈ അനർത്ഥങ്ങൾ സംഭവിച്ചത് എങ്കിലും ദൈവം കരുതുന്നുണ്ട്. ഇവിടെ പറയുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളിപ്പാട്. അപ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് ഒളിച്ചോടിപ്പോയവർക്കും ദൈവസന്നിധിയിൽ നിന്ന് ഒരിക്കൽ ദൈവസന്നിധിയിൽ വന്ന് ഈ പറയുന്ന ദാവീദും ശലോമോനും മറ്റ് രാജാക്കന്മാരുമൊക്കെ ആയിട്ട് പുരോഹിതന്മാരുമൊക്കെ ആയിട്ട് ആരാധനയും ഉത്സവങ്ങളും യഹോവയ്ക്കുള്ളതായ ഉത്സവങ്ങളൊക്കെ ആചരിച്ച ദൈവജനം പിന്നീട് ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവത്തെ വിട്ട് മാറിപ്പോയി കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതം കൊണ്ട് അവർ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ വന്നപ്പോൾ, അവരുടെ ജീവിതം ദൈവ വഴിയിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞപ്പോൾ, അവരുടെ സംരക്ഷണ വേലി നഷ്ടപ്പെട്ടപ്പോൾ, അവർ ബദ്ധന്മാരായി പിടിച്ചുകൊണ്ട് പോകപ്പെട്ടു. അവിടെയും ദൈവത്തിൻ്റെ കരങ്ങൾ നീട്ടുകയാണ്. ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ച് കളയുന്നില്ല. നിങ്ങൾക്കൊരു സന്ദർശന കാലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇനിയും നിങ്ങൾക്കൊരു സന്ദർശന കാലമുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് ഞാൻ തിരിച്ചു വരുത്തും. കാരണം നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ നിരൂപണങ്ങൾ ഒരിക്കലും അത് തിന്മയ്ക്കായിട്ടല്ല, അത് നന്മയ്ക്കായിട്ടത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബാബേലിൽ പോയതായ ജനം കരഞ്ഞ് നിലവിളിക്കുന്ന സങ്കീർത്തന ഭാഗങ്ങളൊക്കെ നമുക്കറിയാം. അവിടെ അവർ പ്രയാസപ്പെട്ടു, അവർ കഷ്ടതയിലൂടെ കടന്നുപോയി, അവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. വീണ്ടും ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം അവരെ കൂട്ടിക്കൊണ്ട് വീണ്ടും ഇസ്രായേലിലേക്ക് തിരിച്ചു വരുമാറാക്കി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ടാണ് ഉറപ്പോടുകൂടി അപ്പോസ്തലൻ പുതിയ നിയമസഭയ്ക്ക് എഴുതുന്നത്, പുതിയ നിയമസഭയ്ക്ക് ഉള്ളതായ ആ ദർശനത്തെ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇവിടെ പറയുകയാണ്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ കാണുന്നതായ ഈ പ്രതിസന്ധി, ഇപ്പോൾ കാണുന്നതായ ഈ പ്രയാസം, ഇപ്പോൾ കാണുന്നതായ ഈ ദുഃഖം, അതിനൊരിക്കലും വിശ്വസിക്കരുത്. അത് മാറിപ്പോകാനായിട്ടുള്ളതാണ്. കാരണം ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് നന്മയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് നന്മയാണ്. ഹല്ലേലൂയ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം നിങ്ങളെക്കുറിച്ചുള്ളതായ നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അത് തിന്മയ്ക്കായിട്ടുള്ളതല്ല, നന്മയ്ക്കായിട്ടുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഒരിക്കലും തിന്മയ്ക്കായിട്ടല്ല, അത് നന്മയ്ക്കായിട്ടാണ്. ഈ റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ നാം വായിച്ചതായ അധ്യായത്തിൻ്റെ തന്നെ 8-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നു, നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടി തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടി കഷ്ടം അനുഭവിച്ചാൽ അത്രേ. 18-ാമത്തെ വാക്യം, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എഴുതുന്നു. അപ്പം ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് ദൈവത്തിൻ്റെ അവകാശികളാണ്. യേശു ഭൂമിയിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് അവന് സകലത്തിന് മേലായ നാമം നൽകപ്പെട്ടു എന്ന് വേദപുസ്തകം പറയുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ അത് നമ്മളെ തകർത്ത് കളയുന്നതിന് വേണ്ടിയിട്ടല്ല, അത് നമ്മളെ തേജസ്കരണത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊരിക്കലും നിലനിൽക്കുന്ന ഒന്നല്ല, അത് മാറുന്ന ഒന്നാണ്. ദൈവം നൽകുന്ന തേജസ്സും ദൈവം നൽകുന്ന ബഹുമാനവും ദൈവം നൽകുന്ന സമാധാനവും ദൈവം നൽകുന്ന സംതൃപ്തിയും അത് നിലനിൽക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഒരിക്കലും ഈ പറയുന്നതായ നമ്മുടെ ജീവിതത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നതായ കാര്യങ്ങൾ അത് നിലനിൽക്കുന്നതല്ല. ഒരുപക്ഷെ ഒരു സമയത്ത് ഒരു ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നതായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് എങ്ങനെയെങ്കിലും ഒരു ജോലി കരസ്ഥമാക്കണം എന്നുള്ളത്. എന്നാൽ ഒരു ദിവസം ആ ജോലി കിട്ടിക്കഴിയുമ്പോൾ അതിന് മുമ്പിലുള്ള അതിന് പുറകിൽ അതായത് അതുവരെയും കഴിഞ്ഞതായ കഷ്ടതകൾക്കെല്ലാം അവിടെ വിരാമം കുറിക്കുകയാണ്. പിന്നെ അത് ഒരു കഴിഞ്ഞ അധ്യായമായി അവിടെ തീരുകയാണ്. ആ അധ്യായം, അതായത് കഷ്ടപ്പാടിൻ്റെ അധ്യായം അവിടെ അടയുകയാണ്.
പ്രിയമുള്ളവരെ, നമ്മൾ കാണേണ്ട ഇതാണ്. ഇന്ന് നമ്മൾ ഏത് പ്രതിസന്ധിയുടെ മുമ്പിലാണോ നിൽക്കുന്നത്, അത് അടയപ്പെടുന്നതായ ഒരു ദിവസമുണ്ട്. ആ ദിവസം വരെ മാത്രമേ അതിനവിടെ നിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മൾ പ്രാർത്ഥനയോട്, വിശ്വാസത്തോടു കൂടി, ആരാധനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ വാതിലുകൾ തുറക്കപ്പെടും. ആ വാതിലുകൾ തുറക്കപ്പെടും. ഹല്ലേലൂയ. അതിന് നമ്മുടെ ജീവിതത്തിൽ ശാശ്വതമായി ആ വാതിലുകൾക്ക് നമ്മുടെ മുമ്പാകെ അടഞ്ഞിരിക്കുവാനായിട്ട് കഴിയുകയില്ല. ആ വാതിലുകൾ തുറക്കപ്പെടും. അവന് നമ്മെക്കുറിച്ചുള്ളതായ നിരൂപണങ്ങൾ തിന്മയ്ക്കായിട്ടല്ല, നന്മയ്ക്കായിട്ടത്രയെന്ന് വചനം നമ്മളോട് പറയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ദൈവവചനം നമ്മളോട് പറയുമ്പോൾ തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇന്ന് കാണുന്ന ആ കഷ്ടപ്പാട്, ഇന്ന് കാണുന്ന പ്രയാസം, ഇന്ന് കാണുന്ന ആ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇന്ന് കാണുന്നതായ ആ സങ്കടകരമായ അവസ്ഥ, അതല്ല നമുക്ക് വേണ്ടത്. അത് കാഴ്ചയാലുള്ളതാണ്. എന്നാൽ വിശ്വാസത്താൽ അതിനപ്പുറത്തേക്ക് കാണുവാൻ നമുക്ക് സാധിക്കണം. കാരണം ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നവനാണ്. അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. അവൻ നമ്മെ താങ്ങുന്നവനാണ്. ഹല്ലേലൂയ. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എന്നാലോ എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല എന്ന് നമ്മളോട് അരുളി ചെയ്ത കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അവനൊരിക്കലും നമ്മെ വിട്ടു പിരിയുന്നവനല്ല. അവൻ നമ്മുടെ പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും നമ്മളെ കാണാത്തവനുമല്ല. ഹല്ലേലൂയ. നാം തേജസ്കരണത്തിൻ്റെ പാതയിൽ മുമ്പോട്ട് നയിക്കപ്പെടുവാൻ അവൻ ആഗ്രഹിക്കുന്നു. നാം മക്കളെങ്കിൽ അവകാശികളാണ്, ക്രിസ്തുവിനോടൊപ്പം കൂട്ടവകാശികൾ. നാം തേജസ്കരിക്കപ്പെടുന്നത് ഈ കഷ്ടതകളുടെ അപ്പുറത്തേക്ക് കടക്കുമ്പോഴാണ്. ഈ കഷ്ടതകളുടെ അപ്പുറത്തേക്ക് കടക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് കരുതുന്ന ഒരു കരുതലുണ്ട്. ദൈവം നമ്മെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങളുണ്ട്. തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കായിട്ടാണ്. ഹല്ലേലൂയ. പിടിച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കുവാൻ, അതിനപ്പുറത്തേക്ക് പോകുവാൻ നമുക്ക് സാധിക്കണം. കർത്താവ് നൽകുന്നതായ സന്തോഷത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവം നമ്മെ എല്ലാവരെയും വഴി നടത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. ഒരിക്കലും മാറാത്തതായ ദൈവത്തിൻ്റെ കൃപയിലേക്ക്, സ്നേഹത്തിലേക്ക്, ഒരിക്കലും മാറാത്തതായ ദൈവത്തിൻ്റെ സമാധാന നിയമത്തിലേക്ക് അത് ഫോക്കസ് ചെയ്തുകൊണ്ട് ജീവിപ്പാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.